ബിഗ് ലിസി, ദ ജയന്റ് ട്രാക്ടർ, മിൽഡൂര, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിൽ മിൽഡൂര എന്ന നഗരത്തിന് സമീപം റെഡ് ക്ലിഫ്സിൽ സ്ഥാപിച്ചിരിക്കുന്ന ചരിത്ര പ്രധാനമായ ഭീമൻ ട്രാക്ടറിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ട്രാക്ടറിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. 10.5 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവും ഉള്ള ഈ ഭീമൻ ട്രാക്ടറിന് 45 ടൺ ഭാരമാണുള്ളത്. 430 ലിറ്റർ ഓയിൽ കപ്പാസിറ്റിയുള്ള ഈ ട്രാക്ടറിന് ഉള്ളിൽ കുടിവെള്ളം അടക്കം സംഭരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഉണ്ട്. ഇനി ഇതിൻ്റെ നിർമ്മാണ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 1915 ഫ്രാങ്ക് ബോട്ടറിൽ എന്നയാൾ ഓസ്ട്രേലിയയിലെ മെൽബണിന് സമീപം റിച്ച്മൗണ്ട് എന്ന സ്ഥലത്താണ് ഈ ട്രാക്ടർ നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മാണ ഉദ്ദേശം ഓസ്ട്രേലിയ പൊതുവെ കൂടുതൽ മരുഭൂമികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മണൽപ്പരപ്പുകളും ഉറയ്ക്കാത്ത മണ്ണും ധാരാളം ഉള്ള ഭൂപ്രദേശമായതിനാൽ ഇത്തരം സ്ഥലങ്ങളിൽ ചക്രങ്ങൾ പൊടിയിൽ ആഴ്ന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം ഒരു നിർമ്മാണ രീതിയിൽ നിർമ്മിച്ച ഒരു ട്രാക്ടറാണ് ഇത്. ഈ ട്രാക്ടറിൻ്റെ ചക്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ചക്രങ്ങളിലൊക്കെ പലകകൾ പല ആകൃതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മണ്ണിൽ ആഴ്ന്നിറങ്ങി ചക്രത്തിൻ്റെ കറക്കം നിന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഈ ചക്രങ്ങളിൽ പലകകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് പൂർണ്ണ വൃത്താകൃതിയിലല്ല എന്നുള്ളതും ഈ ചക്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ നിർമ്മാണോദ്ദേശം ഇത് തന്നെയായിരുന്നു. ഈ മണലിൽ ആഴ്ന്ന് ചക്രമിറങ്ങി ചക്രം കറങ്ങാതിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നിർമ്മാണ ഘടന ചക്രത്തിൽ അത് ഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിർമ്മാണ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മണ്ണ് ലെവൽ ചെയ്യുന്നതിനും കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനാവശ്യമായ തരത്തിൽ ഭൂമി ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി മണ്ണ് ക്രമവൽക്കരിക്കുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബിഗ് ട്രാക്ടർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നിർമ്മിച്ചതിന് ശേഷം മെൽബണിൽ നിന്നും വിക്ടോറിയ സ്റ്റേറ്റിലെ മെൽബണിൽ നിന്നും തൊട്ടടുത്ത സംസ്ഥാനമായ ന്യൂ സൗത്ത് വെയിൽസിലേക്ക് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഈ ട്രാക്ടർ അവിടുന്ന് യാത്ര തിരിച്ചത്. അങ്ങനെ അത് നിർമ്മിച്ച നഗരമായ മെൽബണിലെ റിച്ച്മൗണ്ടിൽ നിന്നും പുറപ്പെട്ട് 17 മാസം കൊണ്ടാണ് ഈ മെൽഡൂര എന്ന നഗരത്തിൽ ഈ ട്രാക്ടർ എത്തിക്കാനായത്. പക്ഷേ മെൽഡൂരയിൽ നിന്ന് തൊട്ടടുത്ത മെൽഡൂര ഒരു സ്റ്റേറ്റിൻ്റെ അതിർത്തിയാണ്, വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ അതിർത്തിയാണ് മെൽഡൂരയിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് ആണ്. മെൽഡൂരയും ന്യൂ സൗത്ത് വെയിൽസിലേക്ക് കടക്കണമെങ്കിൽ ഒരു നദി മുറിച്ചു കിടക്കേണ്ടതുണ്ട്. അത് മുറൈ റിവർ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ 2500 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പോകുന്ന ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ നദിയുടെ കുറുകെ കടന്നു വേണം ന്യൂ സൗത്ത് വെയിൽസിലേക്ക് പോകുന്നതിന്. പക്ഷേ ഈ യാദൃശ്ചികം എന്ന് പറയട്ടെ, ഈ ട്രാക്ടർ ഇവിടെ എത്തിച്ച അവസരത്തിൽ അതിഭീകരമായ ഒരു ഫ്ലഡ് ഉണ്ടാവുകയും ഫ്ലഡ് ഉണ്ടായതിൻ്റെ പേരിൽ ഈ മുറൈ നദി മുറിച്ച് കടക്കാൻ പറ്റാതെ വരികയും അതുകൊണ്ട് ഈ ട്രാക്ടർ ഇവിടെ വെച്ച് അതിൻ്റെ സഞ്ചാരം അവസാനിപ്പിക്കേണ്ടതായി വന്നു. അതുമായി ബന്ധപ്പെട്ട ചരിത്രശേഷിപ്പുകളും രേഖപ്പെടുത്തലുകളുമൊക്കെ ഈ ബിഗ് ലിസി എന്ന ട്രാക്ടറിൻ്റെ ഉള്ളിലും പരിസരങ്ങളിലുമൊക്കെയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അറിയിപ്പുകളും ചരിത്രരേഖകളും ഒക്കെ
ഇവിടെ തന്നെ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ 10.5 മീറ്റർ ദൈർഘ്യമുള്ള ഭീമാകാരമായ ട്രാക്ടർ എന്നുള്ളത് തന്നെ ഇത് വളരെയധികം ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ട്രാക്ടറാണ്. അത് തന്നെ ഇത് സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശവും പരിസരവുമൊക്കെ വലിയൊരു പാർക്കിന് സമാനമായി സഞ്ചാരികൾക്ക് വന്ന് കാണുന്നതിന് ഉതകുന്ന വിധത്തിലാണ് ഇത് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. മെൽബണിൽ നിന്നും ന്യൂ സൗത്ത് വെയിൽസിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം ഇവിടെ 1-ാം ലോക മഹായുദ്ധ കാലത്ത് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന 700ഓളം പട്ടാളക്കാർക്ക് താമസിക്കുന്നതിന് ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മണ്ണ് ലെവൽ ചെയ്യുന്നതിന് ഈ ട്രാക്ടർ ഉപയോഗിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രരേഖയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്ര അവശേഷിപ്പാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ചരിത്ര അവശിഷ്ടമായി ഇപ്പോഴും ഇവിടെ പരിപാലിക്കപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. തുടർന്ന് വർഷങ്ങൾ പിന്നിടവേ 1938 മുതൽ 42 വരെ വെസ്റ്റേൺ വില്ലേജിൽ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി ഈ ട്രാക്ടർ ഉപയോഗിച്ചു എന്നാണ് രേഖകളിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 1945 ഒക്കെ ആയപ്പോഴേക്കും ഈ ട്രാക്ടർ ഉപയോഗശൂന്യമായി വിട്ടുകളയുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു. അത് ഉപേക്ഷിക്കപ്പെട്ട തരത്തിൽ അവിടെ അവശേഷിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പിന്നീട് ഇതിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന റെഡ് ക്ലിഫ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് റെഡ് ക്ലിഫിൽ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ച് അവർ മുൻകൈയെടുത്ത് ഇവിടെ നിന്നും വെസ്റ്റേൺ വില്ലേജിലേക്ക് കൊണ്ടുപോയിരുന്ന അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഈ ട്രാക്ടർ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ അത് ഒരു ചരിത്ര പ്രാധാന്യത്തോടുകൂടി ഒരു പാർക്കിന് സമാനമായി ഒരു സ്ഥലം നിർമ്മിച്ച് ആളുകൾക്ക് വരുന്നതിനും കാണുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉതകും വിധത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ബിഗ് ലിസി എന്ന ഭീമൻ ട്രാക്ടർ സ്ഥാപിച്ചിരിക്കുന്ന ആ പാർക്ക് അറിയപ്പെടുന്നത് ബർക്ക്ലേ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലം ആ പേരിൽ തന്നെ പ്രശസ്തമായിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്ധനം, ഈ വാഹനത്തിൻ്റെ ഇന്ധനമായി ഉപയോഗിച്ചിരിക്കുന്നത് അസംസ്കൃത എണ്ണയാണ്. ക്രൂഡ് ഓയിലാണ് ഇതിൻ്റെ ഇന്ധനമായി ഉപയോഗിച്ച് വന്നിരുന്നത്. ഈ ബിഗ് ലിസി എന്ന പേരിന് പിന്നിൽ ഒരു ചരിത്രമുള്ളത് ഈ 1-ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളം ഉപയോഗിച്ചിരുന്ന ഒരു തോക്കിൻ്റെ പേരാണ് ബിഗ് ലിസി എന്നുള്ളത്. ആ പേര് അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഭീമൻ ട്രാക്ടറിന് ബിഗ് ലിസി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായ അഡ്ലെയ്ഡ് നഗരത്തിൽ നിന്നും 450 കിലോമീറ്ററോളം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മിൽഡൂര എന്ന നഗരത്തിൻ്റെ സമീപത്താണ് ഈ റെഡ് ക്ലിഫ് എന്ന് പറയുന്ന ഈ സ്ഥലമുള്ളത്. അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് വരുന്നതിനും ഇരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും എല്ലാം ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു പാർക്ക് തന്നെ സമീപത്ത് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടതും അതുപോലെ തന്നെ ഇവിടെ ബാർബിക്യൂ തയ്യാറാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന് കണ്ട് സന്ദർശിച്ച് ഈ ബിഗ് ലിസി എന്ന ഭീമാകാരനായ ട്രാക്ടറിൻ്റെ വിശേഷങ്ങൾ നേരിട്ട് കൊണ്ട് മനസ്സിലാക്കി ഫോട്ടോഷൂട്ടും മറ്റും നടത്തി കടന്നു പോകുന്ന കാഴ്ചകളും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ നമുക്ക് സന്ധ്യാസമയമായതുകൊണ്ട് ദൃശ്യങ്ങളുണ്ട് എങ്കിലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രയധികം ശ്രദ്ധയോടെയും താല്പര്യത്തോടെയുമാണ് ഈ പഴക്കമുള്ള ഇത്രയും പഴക്കമുള്ള 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പുരാവസ്തുവിന് സമാനമായ ഒരു
വ്യത്യസ്തമായ ഒരു വാഹനം അവിടെ സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെ തന്നെ വലിയൊരു ടവറൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൻ്റെ സ്മരണിക എന്നുള്ള തരത്തിൽ അതിൻ്റെ കൃത്യമായ രേഖപ്പെടുത്തലുകളൊക്കെ അവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ റെഡ് ക്ലിഫ് എന്നാണ്. ഇതിന് സമീപത്താണ് റെഡ് ക്ലിഫ് ലുക്കൗട്ട് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് സെൻ്ററുണ്ട്. അത് 3 സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനമാണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബിഗ് ലിസിയുടെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ചക്രങ്ങളുടെ പ്രത്യേകത ഞാൻ മുൻപ് അവസരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ചക്രങ്ങളുടെ പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ചക്രങ്ങൾ, വൃത്താകൃതികളുടെ ചക്രങ്ങൾക്ക് പുറമെ പലക തടി കഷണങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ ചക്രത്തിൻ്റെ 3 വശങ്ങളിലായി 3-4 വശങ്ങളിലായി 3-4 തടിയുടെ പാളികൾ ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇത് തന്നെയാണ്. ഈ മണലിൽ ആഴ്ന്നിറങ്ങി മുൻപോട്ടുള്ള സഞ്ചാരം തടസ്സപ്പെടുക എന്നൊരു ദുഷ്കരമായ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മണ്ണിൽ ആഴ്ന്നിറങ്ങി, പലകയുടെ വശങ്ങൾ മണ്ണിൽ ആഴ്ന്നിറങ്ങി ചക്രങ്ങൾക്ക് മുന്നോട്ട് സാവധാനമാണെങ്കിൽ പോലും കറങ്ങി മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് ഉതകുന്ന ഒരു സാങ്കേതിക വിദ്യ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ബുദ്ധിപരമായ ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്തി ഉപയോഗപ്പെടുത്തിയാണ് ഈ ബിഗ് ലിസി എന്ന ഭീമൻ ട്രാക്ടറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്.